കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കണം, ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കണം നമുക്ക് പഠിച്ചു. ഇനി അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ സപ്പോർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവല് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. 23,920 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലുള്ളവർക്ക് മനസ്സിലാക്കണം. ഈ ഒരു റേഞ്ച് എത്തിയതിനു ശേഷം നമ്മൾ മാർക്കറ്റ് വിട്ട് സപ്പോർട്ട് എടുത്തു. എഗെയിൻ അവിടെ റീടെസ്റ്റ് എന്നതിനോടൊപ്പം നല്ലൊരു പാറ്റേൺ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഈ പാറ്റേണിന്റെ പേര് ഡബിൾ ബോട്ടം എന്നാണ്. അതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അതിനോടൊപ്പം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ക്യാൻഡലിന്റെ പേര് ഇൻവേർട്ടഡ് ആംബർ എന്നാണ്. നമ്മൾ അതിന്റെ ബേസിലാണ് ട്രേഡ് എടുക്കുന്നത്. അതിന്റെ താഴെ നമ്മൾ SL വെക്കുന്നു. അതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1:4 എന്ന റേഷ്യോയിൽ നല്ലൊരു ട്രേഡ് തന്നെ അവിടെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. നമ്മൾ സപ്പോർട്ടിൽ നിന്ന് എപ്പോഴും ട്രേഡ് എടുക്കുന്ന സമയത്ത് നല്ലൊരു പാറ്റേണും അതിനോടൊപ്പം നല്ലൊരു ക്യാൻഡൽ കൺഫർമേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ട്രേഡിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച്, ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ ചാറ്റ് പേജിൽ നമ്മുടെ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ലെവലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് അവരുടെ ലിങ്ക് നിങ്ങളുടെ ടീമിൽ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.